കണ്ടോ എന്ന് എനിക്കറിയില്ല. I don't know if you saw his face and his eyes. നിങ്ങൾ നരേന്ദ്രമോദിയുടെ മുഖവും അദ്ദേഹത്തിന്റെ കണ്ണുകളും നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. He was trying to defend the biggest corruption scandal on the planet. നരേന്ദ്രമോദി ഇന്നലെ എന്താണ് ചെയ്തതെന്ന് അറിയാമോ? അദ്ദേഹം ഈ ഭൂമിയിലെ ഏറ്റവും വലിയ അഴിമതിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുക, അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുകയായിരുന്നു അദ്ദേഹം ഇന്നലെ ചെയ്തത്. Electoral bond scheme through which BJP has got thousands of crores of rupees by extorting them from India's businessmen. ഇന്നലെ അദ്ദേഹം സംരക്ഷിക്കാൻ ശ്രമിച്ചത് ഇലക്ട്രൽ ബോണ്ട്, തെരഞ്ഞെടുപ്പ് കടപ്പത്ര പദ്ധതിയെ അദ്ദേഹം പ്രതിരോധിക്കാൻ ശ്രമിക്കുകയാണ്. ആ പദ്ധതിയിലൂടെ രാജ്യത്തെ ബിസിനസ്സുകാരിൽ നിന്നും കൊള്ളയടിച്ച് പിടിച്ചു പറിച്ച് BJP കോടിക്കണക്കിന് പൈസ നേടിയ അഴിമതി പദ്ധതിയാണ് അദ്ദേഹം ഇന്നലെ സംരക്ഷിക്കാൻ ശ്രമിച്ചത്. If you look at the dates when the money was given, you will find that the CBI is deployed against a businessman, and a few days later, a few weeks later, he pays the BJP. കുറിച്ച് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, പൈസ നൽകുന്നതിന് കുറച്ചു മുമ്പ് ആദ്യത്തെ കുറെ ദിവസങ്ങൾക്ക് അവർക്കെതിരെ CBI അയക്കും. CBI അയച്ച ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ ബിസിനസ്സുകാർ BJPക്ക് പൈസ നൽകും. ഇതാണ് ആ പദ്ധതിയിൽ സംഭവിച്ചത്. Another businessman given a road contract of thousands of crores, and immediately after getting the road contract, he pays the BJP in electoral bonds. മറ്റൊരു വ്യവസായിക്ക് ആയിരക്കണക്കിന് കോടി രൂപ വിലയുള്ള കരാർ, ഒരു റോഡ് കോൺട്രാക്ട് കരാർ അനുമതി നൽകി. അത് കിട്ടിയതിനു ശേഷം ഏതാനും ദിവസങ്ങൾക്ക് ശേഷം BJPക്ക് കോടിക്കണക്കിന് പൈസയാണ് ഇലക്ട്രൽ ബോണ്ടിലൂടെ ആ വ്യവസായി നൽകിയത്. You know, sometimes in small towns, in the streets, there are people who extort money. നിങ്ങൾക്കറിയാം, ചിലപ്പോൾ നമ്മുടെ റോഡില് ചില ചെറിയ ചെറിയ ഗ്രാമങ്ങളിലും ടൗണിലൊക്കെ ആൾക്കാരിൽ നിന്ന് പൈസ കൊള്ളയടിക്കുന്ന ചില ആളുകളുണ്ട്. നമുക്കറിയാം. You know, they will threaten somebody and they'll say, give me money. അവരെന്ത് ചെയ്യും? ആൾക്കാരെ കാണുമ്പോൾ അവരെ ഭീഷണിപ്പെടുത്തിയിട്ട് പറയും, എനിക്ക് പൈസ തരുമെന്ന് പറഞ്ഞ് പൈസ വാങ്ങിക്കുന്ന ആളുകൾ നമ്മുടെ നേരത്തിലുണ്ട്. You know them. In every town there are 5 or 6 people here. In every street there'll be somebody who'll threaten somebody, say, I'll break your legs if you don't give me money. ഇവിടെ നിങ്ങൾക്കറിയാം, നമ്മുടെ എല്ലാ വില്ലേജുകളും നമ്മുടെ ഗ്രാമത്തിലും റോഡിലും ഒക്കെ ഇങ്ങനെ കുറച്ചു പേരുണ്ടായിരിക്കും, എനിക്ക് പൈസ തന്നില്ലെങ്കിൽ ഞാൻ കാലടിച്ച് പൊട്ടിക്കും, മുട്ടടിച്ച് പൊട്ടിക്കും എന്ന് പറഞ്ഞ് ഭീഷണി. In the street it's called extortion. അതിനെയാണ് നമ്മൾ പറയുന്നത് എക്സ്റ്റോർഷൻ, അതായത് പൈസ പിടിച്ചു പറിക്കുക, കൊള്ളയടിക്കുക എന്ന് നമ്മൾ പറയും. How do you say extortion? Extortion? No, in Malayali how do you say it? കൊള്ളയടിക്കൽ, 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 കൊള്ളയടിക്കൽ. In Malayalam you say kodayalekal. Modi calls it electoral bonds. മലയാളത്തില് നമ്മൾ കൊള്ളയടിക്കൽ എന്ന് പറയുന്ന കാര്യത്തിനെയാണ് നരേന്ദ്രമോദി ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത്. What the common thief is doing on the street, the Prime Minister is doing at an international level. നിങ്ങൾക്കറിയാവോ, നമ്മുടെ നാട്ടിലെ ഈ റോഡില് സാധാരണ ഒരു മോഷ്ടാവ് നമ്മുടെ നിരത്തുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തരാം. Most famous airport in India is Mumbai airport. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസിദ്ധമായ എയർപോർട്ട് വിമാനത്താവളം എന്ന് പറയുന്നത് മുംബൈ വിമാനത്താവളമാണ്. The owner of the Mumbai airport got a CBI inquiry. Suddenly he got a CBI inquiry. മുംബൈ എയർപോർട്ടിന്റെ വിമാനത്താവളത്തിന്റെ ഉടമസ്ഥന് പെട്ടെന്നൊരു CBI അന്വേഷണം വന്നു. After a few days of the CBI inquiry, they obviously interrogated him, threatened him a little bit. കുറച്ച് ശേഷം CBI അന്വേഷണം വന്ന് കുറച്ച് സമയത്തിന് ശേഷം അവർ കുറെ അദ്ദേഹത്തെ ചോദ്യം ചോദിച്ചു, അദ്ദേഹത്തെ കുറച്ച് ഭയപ്പെടുത്തി. Within a month or two he had sold the Mumbai airport to Adani. നിങ്ങൾക്കറിയാവോ, ഈ CBI അന്വേഷണത്തിനും ചോദ്യം ചെയ്യലിനും ഭയപ്പെടുത്തലിനും ഒക്കെ ഏതാനും ദിവസങ്ങൾക്ക് മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം ആ എയർപോർട്ട് അദാനിക്ക് കൊടുത്തു. Mumbai airport. This is how Adani got Mumbai airport. നിങ്ങൾക്കറിയാവോ, ഇങ്ങനെയാണ് അദാനിക്ക് മുംബൈ വിമാനത്താവളം കിട്ടിയത്. വിമാനത്താവളം അദാനിയുടെ സ്വന്തമായത് ഇങ്ങനെയാണ്. So you know, on the street sometimes somebody will go and threaten somebody and say, you know, I'll break your legs if you don't give me money. നേരത്തെ പറഞ്ഞ പോലെ നമുക്കറിയാം, നമ്മുടെ നിരത്തുകളിൽ ഒരാള് 5-6 പേര് ഒരാളെ ചെന്ന് പറയാം, എനിക്ക് പൈസ തന്നെങ്കിൽ ഞാൻ മുട്ട് തല്ലി ഓടിക്കും എന്ന് പറയുന്ന ആളുകളുണ്ട്. At the electoral bond level, the threatening is much more sophisticated.
നിങ്ങൾക്കറിയാവോ, ഈ ഭീഷണിപ്പെടുത്തൽ വളരെ പരിഷ്കരിച്ചിട്ടാണ് ഈ ഭീഷണിപ്പെടുത്തൽ ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യം വരുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയും അവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ED people will come, CBI people will come, income tax people will come. Then they'll threaten the businessman. They'll interrogate him. And then at the end of the interrogation, they will say, look, why don't you just give this to Adani? നമ്മളിപ്പോ നിരത്തിലെ ആളുകൾ എങ്ങനെയാ പേടിപ്പിക്കുന്നത്? നിങ്ങളുടെ കാല് തല്ലി ഒടിക്കുമെന്നാണ് പേടിപ്പിക്കുന്നത്. പക്ഷെ എങ്ങനെയാണ് ഇലക്ട്രൽ ബോണ്ട് വരുമ്പോൾ ഇവർ പേടിപ്പിക്കുന്നത്? നിങ്ങളുടെ അടുത്ത് CBI വരും, ഇലക്ട്രൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വരും, അതുപോലെ എൻക്വയറി വരും, ഇൻകം ടാക്സ് വരും. എന്ത് ചെയ്യാം? ഇതിനൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇതിന് പകരം ഇതെല്ലാം അങ്ങ് അദാനിക്ക് കൊടുത്തേക്കാം. See, ഇതാണ് the പറയുന്നത്. big businessman, he's not like us. He requires a big house, fancy car. He cannot be uncomfortable for even 5 minutes. ഈ വലിയ വ്യവസായികൾ എന്നൊന്ന് പറയുമ്പോൾ അവർ നമ്മളെ പോലെയല്ല. അവർക്ക് വലിയ വീട് വേണം, ആഡംബര കാറുകൾ വേണം. ഒരു 5 മിനിറ്റ് പോലും അസ്വസ്ഥമായിട്ട് ജീവിക്കാനോ ഇരിക്കാനോ ഒന്നും അവരെ കൊണ്ട് പറ്റില്ല. So moment little pressure comes on him, he gives everything and runs away. അതെന്താ പറ്റുന്നത്? ഈ വ്യവസായികൾക്ക് ഒരു ചെറിയ സമ്മർദ്ദം വരുമ്പോ എന്ത് ചെയ്യും? പേടിച്ചുള്ളതെല്ലാം കൊടുത്തിട്ട് അവർ രക്ഷപ്പെടാൻ നോക്കും. So that is how the electoral bond scheme is the biggest extortion scheme in the world. അങ്ങനെയാണ് ഈ രാജ്യത്തെ ഇലക്ട്രൽ ബോണ്ട് പദ്ധതി എന്ന് പറയുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ കൊള്ളയടിക്കൽ പദ്ധതിയായിട്ട് മാറുന്നത്. But you see my media friends over there, പക്ഷെ നിങ്ങൾ എന്റെ മാധ്യമ പ്രവർത്തകരായ സുഹൃത്തുക്കളെ അവിടെ കാണുന്നുണ്ടോ? they will never talk about electoral bond scheme. നിങ്ങൾക്കറിയാവോ, എന്റെ മാധ്യമ പ്രവർത്തകരായ അവിടെ ഇരിക്കുന്ന You see, സുഹൃത്തുക്കൾ, look, they're smiling, you can see. അവരൊരിക്കലും ഇലക്ട്രൽ ബോണ്ട് പദ്ധതിയെ കുറിച്ച് പറയുന്നില്ല. നിങ്ങൾ നോക്കി, അവരവിടെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. Because if they write any article, then the CBI ED will also arrive in their house. കാരണം അവർ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ലേഖനം എഴുതിയാൽ CBIയും EDയും പിന്നെ അവരുടെ വീട്ടിലെത്തും. So that is the situation in the country. ഇതാണ് ഇന്ന് നമ്മുടെ രാജ്യത്തെ സാഹചര്യം. Now, from the Congress party's perspective, we have to do something for the people of India. ഇപ്പോ രാജ്യത്തെ സാഹചര്യം ഇങ്ങനെ നിലവിലിരിക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ വീക്ഷണകോണിൽ നിന്നും കോൺഗ്രസ് പാർട്ടിയുടെ കാഴ്ചപ്പാടിൽ നിന്നും ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. So, we have come up with 3 or 4 very simple things. ഞങ്ങൾ 3-4 വളരെ